ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 70 റിവ്യൂ. അനീഷിനെ റോസ്റ്റ് ചെയ്ത് ഷാനവാസിനെ വറുത്തെടുത്ത് മോഹൻലാൽ പച്ചയ്ക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഷാനവാസിനെ ഇന്ന് മോഹൻലാൽ ചെയ്തത്. ആദ്യമേ തന്നെ മോഹൻലാൽ PR കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. അനുമോളാണ് ആദ്യം ചോദിച്ചത്, അനുമോളിനോട് PR ഉണ്ടോ ഇല്ലയോ എന്ന്. 16 ലക്ഷത്തിൻ്റെ ഇല്ലെങ്കിലും കുറച്ചൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് അനുമോൾ സമ്മതിക്കുകയും ചെയ്തു. അക്ബർ സമ്മതിച്ചു, ആര്യൻ സമ്മതിച്ചു. അങ്ങനെ മിക്കവർക്കും PR ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. ബിഗ് ബോസിനെ കുറിച്ച് റീൽ ചെയ്യുന്ന ഉമ്മയും മകനും വന്നിട്ടുണ്ടായിരുന്നു. അവർ PR പെരിയാർ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും തന്നെ PR ഉണ്ടെന്ന്, പെരിയാർ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അനീഷിനൊക്കെ ഉണ്ടെന്നാണ് അവരുടെ സംസാരത്തിരുന്നു. അനീഷിനോട് മോഹൻലാൽ ചോദിച്ചു, 5 വർഷമായിട്ട് ലീവ് എടുത്തിരിക്കുന്ന ആൾക്ക് PR കുറിച്ച് ഒട്ടും അറിയില്ലേ എന്ന്. അത്ര ഡീപ്പായിട്ടാണ് അറിയാൻ പാടില്ലാത്തത് എന്ന് ഇപ്പോൾ അനീഷ്. നേരത്തെ ഒട്ടും അറിയത്തില്ലെന്നാണ് അനീഷ് പറഞ്ഞിരുന്നത്. 3 ദിവസം മുമ്പാണ് ബിഗ് ബോസിലേക്ക് വരാൻ തനിക്ക് ക്ഷണം കിട്ടിയതെന്ന് അനീഷ് പറഞ്ഞത് തെറ്റാണെന്ന് പൊളിച്ചു കൊടുത്ത് മോഹൻലാൽ. 12 ദിവസം മുമ്പ് ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കാണിക്കണോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. അവസാനം അനീഷിന് കള്ളം പറഞ്ഞതാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. നൂറയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, അനീഷ് കള്ളം പറഞ്ഞതായല്ലേ എന്ന്. ഉമ്മ പെരിയാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബിന്നി പാട്ട് പാടുന്നുണ്ടായിരുന്നു. പെരിയാറ് പർവ്വത നിരയുടെ പെരിയാറ് എന്നൊക്കെ പറഞ്ഞ് ഈ ബിന്നിക്ക് PR ഇല്ലാത്തതുപോലെ. ആദിലയും നൂറയും ഷാനവാസൊക്കെ കൂടി അക്ബറിന് സ്ക്രീൻ ബേസ് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതിനെ പറ്റി മോഹൻലാൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ ആദില പറയുന്നു, എപ്പോഴും വളച്ചൊടുക്കുകയാണ് അക്ബർ എന്നും. ഷാനവാസ് പറയുന്നു, വന്നപ്പോൾ തൊട്ട് കുത്തിരിഞ്ഞ് എനിക്കെതിരെ എല്ലാവർക്കെതിരെ പ്രവർത്തിക്കുകയാണ് അക്ബർ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ഷാനവാസ്. അക്ബർ വളച്ചൊടിച്ച സംഭവം പറയാമോ എന്ന് മോഹൻലാൽ. അതെനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല, ഷാനവാസ് പണ്ടത്തെ കാര്യം പറയുന്നത്. പുകഞ്ഞ കൊള്ളി എന്ന ടാസ്കിൽ അക്ബർ തനിക്കെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. എന്തൊക്കെയായാലും അക്ബർ ഏതായാലും അവിടെ വളച്ചൊടിക്കുന്നില്ലെന്ന് പ്രേക്ഷകർക്കറിയാം. പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അക്ബർ ഏതായാലും വളച്ചൊടിക്കുന്ന പരിപാടി അവിടെ ഇല്ല. എന്നാലും അവർ പറയും അക്ബറാണ് എല്ലാത്തിനും പുറകിൽ, അക്ബറാണെന്ന് പറയും. അക്ബർ ചെയ്യുന്നതുകൊണ്ടോ ഇല്ല, അതിൽ കൂടുതൽ ചെയ്യുന്നവരാണ് ഈ പറയുന്നത് മുഴുവൻ. എടി പോടി എന്ന് വിളിക്കുന്നതിനെ പറ്റിയും കൂട്ടുകാരെ വിളിക്കുന്നതിനെ പറ്റിയൊക്കെ മോഹൻലാൽ ചോദിക്കുന്നു ഷാനവാസിനോട്. പെൺകുട്ടിക്കാരുടെ കളിക്കാനാണ് ഇവിടെ വന്നതെന്ന് അതിലോട് ചോദിക്കുന്നു. മോശം വാക്കുകൾ പറയുന്ന ഷാനവാസിനെ എന്തുകൊണ്ടാണ് തിരുത്താത്തത് എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ഷാനവാസ് അടിച്ചപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതിന് പ്രശ്നമുണ്ടാക്കുകയില്ലേ എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ആദിലയും പിന്നിലല്ല എന്ന് മോഹൻലാൽ പറയുന്നുണ്ട്. ഏതായാലും ആദിലയ്ക്ക് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്, പുറത്ത് ഷാനവാസ് മിക്കവാറും നെഗറ്റീവായിരിക്കും, ഇനി ഒട്ടി നിന്നാൽ തനിക്ക് പണി കിട്ടുമെന്ന്. അതുകൊണ്ട് എപ്പിസോഡ് അവസാനം ആദില പറയുന്നുണ്ട്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഗെയിമിലേക്ക് നേരിട്ട് കളിക്കാൻ ഇറങ്ങുകയാണെന്നും പ്രേക്ഷകർ തന്നെ തള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല, ഇനി ആങ്ങളക്കാർഡും പെൺകുട്ടിക്കാർഡും ഒന്നും എടുക്കില്ലെന്ന രീതിയിൽ അതിലെ സംസാരിക്കുന്നുണ്ട്. ആ ഉമ്മ അവരോട് പറയുന്നു, ഷാനവാസ് വന്നപ്പോൾ നന്നായിട്ട് കളിച്ചു, ഇപ്പോൾ മോശമായി കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ ദിവസത്തെ ഗെയിമൊക്കെ കുളമാക്കിയത് ഷാനവാസ് ആണെന്ന് ഉമ്മ. താനാണ് ജയിച്ചതെന്ന ആറ്റിറ്റ്യൂഡിലാണ് ഷാനവാസിന് ഒന്നും മനസ്സിലാവുന്നില്ല. മോഹൻലാൽ സീക്രട്ട് ടാസ്കിന്റെ വീഡിയോ കാണിച്ചു കൊടുത്തു, എന്നിട്ടും ഷാനവാസിന് മനസ്സിലാവുന്നില്ല. ഷാനവാസ് പറയുന്നു, എനിക്ക് സീക്രട്ട് ടാസ്ക് അതിനെപ്പറ്റി ഒരു പിടുത്തം അറിയില്ല, ഞാൻ ബിഗ് ബോസ് റീലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ശരിക്കും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് ഷാനവാസ്. എനിക്കുള്ള പണിയാണെന്നാണ് ഞാൻ കരുതിയതെന്ന്. ഷാനവാസിന് പകരം 9 കോയിൻ തന്ന നെവിനെ ചൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മോഹൻലാൽ ആര്യനോട്. ഫുഡ് കാണുമ്പോൾ നെവിനൊരു പ്രത്യേക ആക്ഷനുണ്ട്, പിന്നെ നെവിൻ തന്നെ ചതിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ആര്യം പറയുന്നു. എന്തുകൊണ്ടാണ് അക്ബർ ഷാനവാസിനെ ചൂസ് ചെയ്തതെന്ന് മോഹൻലാൽ. ഗെയിമിൻ്റെതായ രീതിയിൽ ഷാനവാസ് എടുക്കുമെന്ന് താൻ കരുതിയെന്നും അക്ബർ ശരിക്കും നല്ല രീതിയിലാണ് ഷാനവാസിനെ ചൂസ് ചെയ്തെങ്കിലും ഷാനവാസിന് ഇപ്പോഴും അക്ബറിന് വിശ്വാസമില്ല, അതിനി മാറാനും പോകുന്നില്ല. അതിനിടയ്ക്ക് ലക്ഷ്മി അക്ബറിന് വീണ്ടും പണി കൊടുത്തു. ഷാനവാസ് ഒരു പാവമാണെന്നും ഷാനവാസിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്ബർ ഷാനവാസിനെ തെരഞ്ഞെടുത്തതെന്നും ആര്യനോട് നിർദ്ദേശിച്ചതെന്നും ലക്ഷ്മിയായിട്ട് എപ്പോഴും വഴക്കിടുന്ന ഷാനവാസ് ലക്ഷ്മിക്ക് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോഹൻലാലിനെ റെസ്പെക്ട് ചെയ്യാത്ത ഹൗസ്മേറ്റിന്റെ നിലപാട് കാരണം മോഹൻലാലിനെ അവിടുന്ന് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നും. മോഹൻലാലിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഷാനവാസിനെ എന്ന് പറഞ്ഞു വിട്ടേ. ഷാനവാസൊക്കെ എന്ത് കലിപ്പിലാണ് മോഹൻലാലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. മോഹൻലാലിനോട് വരെ ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത് ഷാനവാസ്. ഏതായാലും ഷാനവാസ് ശരിക്കും എക്സ്പോസ് ആയിപ്പോയി. മോഹൻലാൽ നല്ലത് കൊടുക്കുകയും ചെയ്തു ഷാനവാസിന്. തിരുത്തി ഷാനവാസ് നല്ല ഗെയിം കളിച്ച് മുന്നേറിയ ഷാനവാസിന് കൊള്ളാം, മനസ്സിലാവാൻ തോന്നുന്നില്ല ഷാനവാസിന്. എവിഷനിൽ വന്നവരിൽ നിന്ന് ആരെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് അനീഷിനോട് മോഹൻലാൽ ചോദിക്കുന്നു. അനീഷ് പറയുന്ന ഷാനവാസിന്റെ പേരാണ്. എന്നാൽ ഷാനവാസിന് ഇത് ചോദിച്ചപ്പോൾ ഷാനവാസ് പറയുന്നത് അനിമോളുടെ പേരാണ്. എന്തുകൊണ്ടാണ് അനീഷിന്റെ പേര് പറയാത്തതെന്ന് മോഹൻലാൽ ചോദിക്കുന്നു. എന്തൊക്കെയോ വരട്ട് ന്യായങ്ങൾ പറഞ്ഞ ഷാനവാസ് ശരിക്കും എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മോഹൻലാൽ ഷാനവാസിന്റെയും അനീഷിന്റെയും എവിഷനിൽ നിന്ന് ഫ്രീ ആക്കി ഈ ആഴ്ച. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ? ഇന്നത്തെ എവിഷനിൽ പോകുന്നത് ആരാന്ന് ഗസ് ചെയ്യാമോ?